Good afternoon. Hello, good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Good afternoon, ma'am. എന്റെ പേര് സോളി. നിങ്ങളുടെ കയ്യില് Good afternoon. നിങ്ങളുടെ കയ്യില് PDF ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് പ്രൊവൈഡ് ഫങ്ഷൻസ് എന്നുള്ള PDF കയ്യിലുള്ളവർ എന്താണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് പ്രൊവൈഡ് ഫങ്ഷൻസ് എന്നുള്ള PDF കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്ത് വെച്ചത്. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് മീനിങ്ങുകളോ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. സാമ്പാറിലൊക്കെ അത് നമ്മൾ വായിച്ചു പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, മാമിന്റെ പേരൊന്ന് പറയൂ. ഇത് സോളി, SOLI, സോളി. പറഞ്ഞത്. അപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഭാഗമാണ്. നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന ഒരു വിങ് ഏതായിരിക്കും ആദ്യം കാണുന്നത്? ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, എല്ലാവരും കുറച്ച് പേര് പറഞ്ഞാൽ മതി, കാരണം എല്ലാവർക്കും ഡിസ്റ്റർബ് ആകുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ ഇനി എല്ലാവർക്കും മനസ്സിലാവും. ഓഫീസ് അതായത് ഫ്രണ്ട് ഓഫീസ് ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആദ്യമായിട്ട് കാണുന്ന വിങ്. നമ്മൾ അതിൽ നിന്ന് ആ ഓഫീസ് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ടാവും അല്ലെ? പേഷ്യന്റിൽ നിന്നറിയാം ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് അറിയേണ്ടതുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച് അറിയാം, പേഷ്യന്റ് ചെല്ലുമ്പോൾ തന്നെ ഡോക്ടേഴ്സുകൾ ഏതൊക്കെ തരത്തിലുള്ള ഡോക്ടേഴ്സ് ആണുള്ളത്, അവിടുത്തെ ഫെസിലിറ്റീസ് എന്താണെന്നൊക്കെ പേഷ്യന്റ് എന്തായാലും ചോദിച്ച് അറിഞ്ഞിരിക്കുക അല്ലെ? അപ്പൊ അവിടെയുള്ള ആ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളും, ആ റിസപ്ഷനിസ്റ്റ് ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ മാഡത്തിന് ഉണ്ടായിരിക്കേണ്ടത്, ആ വിങ്ങിലിരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങളെനിക്ക് കാണിച്ചാലും മതി. അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്നെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോ ക്ലാസ് തുടങ്ങാം. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് പ്രൊവൈഡ് ഫങ്ഷൻ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. അപ്പോൾ പറയുന്നതാണ് കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. എന്താ പറയുന്നത്? കസ്റ്റമേഴ്സ് എല്ലാം കിങ് ആണ്, കിങ്ങാണെങ്കിൽ കൂടിയും അവർ അൺഅറ്റൻഡ്, അവർ അധികം ശ്രദ്ധിക്കപ്പെടാവുന്നില്ല. പക്ഷേ ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം കിങ്ങാന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യും. അതായത് കിങ്ങിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം, ആദ്യത്തെ മര്യാദയോടുകൂടി അവരെ വെൽക്കം ചെയ്യണം അല്ലെ? ആ ഒരു കോട്ടിങ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതൊന്നും ചോദിക്കില്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു കിങ് എന്ന രീതിയിലായിരിക്കണം എന്താ റിസപ്ഷനിസ്റ്റ് അവരെ വെൽക്കം ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. A medical receptionist is an inevitable part of a well functioning healthcare team. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഇന്നവെറ്റബിൾ, അതിന്റെ മീനിങ് എന്താണ്? ഒരു അവിഭാജ്യ ഘടകമാണ്, അനിവാര്യമായ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നതാണ് ഇന്നവെറ്റബിൾ എന്നുള്ള ആ വേർഡിന്റെ മീനിങ്. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഇന്നവേറ്റബിൾ പാർട്ട് ഓഫ് വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞാൽ ആശുപത്രി ആരോഗ്യ കേന്ദ്രത്തിന്റെ ആ ടീമിലെ പ്രധാനപ്പെട്ട അനിവാര്യ ഘടകമാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഓക്കെ അല്ലേ? ആ സെന്റൻസ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പുതിയ ടീച്ചറായതുകൊണ്ട് നിങ്ങൾ കാണാത്ത ടീച്ചറായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറയുന്നത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മാം. അപ്പൊ ചില വാക്കുകൾ പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല.
കേൾക്കാം. അതെല്ലാവരും ഒന്ന് വീഡിയോ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ചിലപ്പോ അതായിരിക്കും ആരെങ്കിലും ഈ ഓഡിയോ എന്താ പറയാ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവാം. അങ്ങനെയാണ് പലപ്പോഴും അനുഭവപ്പെടാറ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ എല്ലാവരും തന്നെ മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഇപ്പോ വേർഡ്സ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നത് പറയുന്നതിനോട് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം. എ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇന്നവേറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇന്നവേറ്റബിൾ ഒഴിച്ചുവിടാൻ, അതായത് അഭിവാജ്യ ഘടകമാണ് ഇതിലെ ഹെൽത്ത് കെയർ ടീമിലെ ആ ആരോഗ്യ ആതുരാലയത്തിലെ അവിടുത്തെ ടീമിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആര് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഉള്ളത്. ഓക്കെ. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for patients and to facilitate the well-functioning of the hospital. ഇതൊരു വലിയൊരു നീണ്ട സെന്റൻസ് ആണ്. നമുക്ക് കുറച്ചാക്കി പഠിക്കാം. നിങ്ങൾ അതിനെ നോട്ട് ചെയ്യുക. ഈ ചെറിയ ചെറിയ അതിലെ ചില വേർഡുകളാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറയാ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ആ വേർഡിൽ നിന്ന് തന്നെ ആ മീനിങ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പൊ നിങ്ങൾ അതിന്റെ മുകളിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ അവരെല്ലാവരും ഈ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിലെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സും നഴ്സുമാരും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും. നമുക്ക് നാച്ചുറലി ചിന്തിച്ചാൽ അറിയാം എത്ര പേഷ്യന്റ് ഉണ്ട് എന്ന് ചോദിക്കുന്നത് പൊതുവെ ആരോടായിരിക്കും? ഇന്ന് എത്ര പേഷ്യന്റ് റിസപ്ഷനിസ്റ്റോടായിരിക്കും അല്ലെ? റിസപ്ഷനിസ്റ്റോടാണ് ചോദിക്കുന്നത് ഇന്ന് എത്ര പേർക്ക് ഉണ്ട് ചീട്ട് കൊടുത്തിട്ടുണ്ട്. അത് അഥവാ ചിലപ്പോ വേറെ രീതിയിലും വരാം. അതായത് കുറച്ച് ഡോക്ടേഴ്സിന്റെ സീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പേഷ്യന്റ് വരുമ്പോ പറയും ഇന്നത്തേക്ക് ഉണ്ടോ എന്ന് ചിലപ്പോ റിസപ്ഷനിസ്റ്റ് അവിടെ ബുക്കിംഗ് കഴിഞ്ഞു, അതായത് ആ ഡോക്ടറിന്റെ അത്രയും സീറ്റ് എടുത്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴും പ്രശ്നമാണ്. അപ്പൊ അവര് തമ്മിൽ ഒരു ഡിപ്പെൻഡാണ്. റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവർ. അതേമാതിരി തന്നെ എന്ത് കാര്യത്തിലും ഇപ്പോ സ്കാൻ ചെയ്യാനാണെങ്കിലും ഡയാലിസിസ് സെന്ററിലാണെങ്കിലും ഈ പേഷ്യന്റ് വന്ന് ചോദിക്കുമ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായ മറുപടികൾ കൊടുക്കേണ്ടത് ആരാ? റിസപ്ഷനിസ്റ്റ് ആണ്. മിക്കവാറും അതെല്ലാം ഓട്ടോമാറ്റിക്കലി അവരുടെ ഇൻഫോർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ, അപ്പൊ എല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത് നഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ ഏത് ലാബ് എവിടെയാ ഞാൻ പറഞ്ഞില്ല കല സെന്ററുകളുണ്ട്, സ്കാനിങ് സെന്റർ, അങ്ങനെയുള്ള എല്ലാവരും അവരുമായിട്ടെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഇവിടുത്തെ ഇൻഫോർമേഷന്റെ ബേസിലായിരിക്കും. അതായത് റിസപ്ഷനിസ്റ്റിന്റെ പേഷ്യന്റിന്റെ ഇൻഫോർമേഷന്റെ ബേസിലായിരിക്കും. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ടു ക്രിയേറ്റ് ഫ്രണ്ട്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ അവരോടൊക്കെ നല്ല മിംഗ്ലിംഗ് വേണം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് വേണം അല്ലേ? നമ്മൾ വിളിക്കുന്നത് അനുസരിച്ച് അവരിൽ നിന്ന് മറുപടികൾ കിട്ടാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നാലേ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലല്ലേ അത് സാധ്യമാകുള്ളൂ. അപ്പൊ ഫ്രണ്ട്ലി. പിന്നെ നെക്സ്റ്റ് ഒരു എന്താ പറയുന്നത് വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യന്റ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. വെൽക്കമിങ് എന്താ? വെൽക്കമിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മള് സ്വാഗതം ചെയ്യുന്നത്. ആരെയും നമ്മൾ ശരിക്കും സ്വാഗതം ചെയ്യുക? പേഷ്യന്റിനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ സ്വാഗതം ചെയ്യുക. വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ എ പേഷ്യന്റ്. അവരുടെ ആ പേഷ്യന്റിനെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ നല്ല വെൽ ഓർഗനൈസ്ഡ് മാനറിലാണ് നിങ്ങളുടെ രീതി. അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം എന്ന്. അതേമാതിരി തന്നെ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് പറയുന്നത്. ഫെസിലിറ്റേറ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് അതെല്ലാം നമ്മൾ പേഷ്യന്റിനെയും അറിയിച്ചിരിക്കും. ഇത് കണക്റ്റബിൾ ആണ്. വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിനെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുക. ഒപ്പം വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യന്റ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നല്ല ഫങ്ഷനാണ് നടക്കുന്നത്, നല്ല രീതിയിലാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് എന്ന് ഇൻഫോം ചെയ്യേണ്ടത് ആരാണ്? ഈ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? റിസപ്ഷനിസ്റ്റ് ഡോക്ടേഴ്സും ഒക്കെ മനസ്സിലാവുന്നുണ്ട്.
ഡോക്ടേഴ്സും നഴ്സസും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് എല്ലാം റിസപ്ഷനിസ്റ്റിൽ നിന്നാണ് മേടിക്കുന്നത്. ഒപ്പം തന്നെ ഈ പേഷ്യന്റിനും ഹോസ്പിറ്റലിന്റെ കുറെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പേഷ്യന്റ് ചോദിക്കുന്നത് പല വ്യത്യസ്ത കാര്യങ്ങളായിരിക്കാം. അവര് ചോദിക്കുന്ന എല്ലാ കാര്യത്തിനുള്ള മറുപടികളും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒക്കെ ആണെങ്കിൽ ഒന്ന് തമ്പൊന്ന് കാണിച്ച്. നിങ്ങൾ ഒക്കെ ആണെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ എന്തെങ്കിലും കാണിക്കുമ്പോഴാണ് എനിക്ക് കണ്ടത് അടുത്തേക്ക് ഒന്നുകൂടി പറയേണ്ടതുണ്ടോ ഈ പാരഗ്രാഫ്? മാം ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്യോ? ഓക്കെ, പറയാം. കസ്റ്റമേഴ്സ് ആർ കിങ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതില് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. പേഷ്യന്റിന് കിങ്ങുകളാണ്. പക്ഷെ അവരെ നമ്മളത്ര കിങ്ങാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്നല്ല അൺഅറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കപ്പെടുന്നൊന്നുമില്ല. പക്ഷേ റിസപ്ഷനിസ്റ്റിന്റെ മൈൻഡിൽ ഇവരാരാ? പേഷ്യൻസ് എപ്പോഴും കിങ് ആയിരിക്കണം. അതായത് അവരെ ആദ്യം മര്യാദയോട് കൂടി സ്വീകരിക്കണം. അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഈ ഹോസ്പിറ്റലില് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് വളരെ മര്യാദ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഓക്കെ, a medical receptionist is an inevitable part of a well functioning healthcare team. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇന്നവേറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിഭാജ്യ ഘടകമാണ്. ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. എന്തിനു വേണ്ടിയിട്ട്? വെൽ ഫങ്ഷനിങ്, നന്നായിട്ട് നടത്തിക്കൊണ്ട്, ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തി പ്രവർത്തിപ്പിച്ചുകൊണ്ട് പോകാൻ. എന്ത്? ഹെൽത്ത് കെയർ ടീം. അവിടുത്തെ ആതൊരു ശുശ്രൂഷ ആ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് അവര് അവിഭാജ്യ ഘടകമാണ്. എന്ത്? ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഓക്കെ, ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് depend upon the medical receptionist to create a friendly, welcoming and well-organized front office for patients and to facilitate the well-functioning of the hospital. ഇതിന്റെ സെന്റൻസിൽ ഞാൻ ചെറുതാക്കി പറഞ്ഞുകൊണ്ടേ പറയാണ്. അതിലെ ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് മെഡിക്കൽ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള എല്ലാ മറ്റു ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഈ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വരുന്ന പേഷ്യന്റിന്റെ ആവശ്യകത അനുസരിച്ചാണ് അവരവരുടെ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത്, ആർക്കൊക്കെയാണ് എന്താ പറയാ സ്കാനിങ് സെന്ററിലേക്ക് പോകേണ്ടത്, ആർക്കൊക്കെ ലാബില് റിപ്പോർട്ട് കൊടുക്കണം. ചിലതെല്ലാം ഈ ഇൻഫോർമേഷൻസ് ഓട്ടോമാറ്റിക്കലി അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ അതനുസരിച്ച് അവിടെ റണ്ണിങ് ആയിക്കോളും, റൊട്ടീനായിട്ട് റണ്ണിങ് ആയിക്കോളും. അഥവാ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മള് റിസപ്ഷനിസ്റ്റ് ചിലപ്പോ കമ്മ്യൂണിക്കേഷൻ വഴി, അതായത് ചിലപ്പോൾ ഫോൺ കോളൊക്കെ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അതേമാതിരി തന്നെ നഴ്സുമാരും അവിടെ നിന്നുള്ളവരും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരും ചിലപ്പോ റിസപ്ഷനിൽ തന്നിട്ടുണ്ടോ, ഇനിയുണ്ടോ, ഇനിയും പേഷ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയും ലാബിൽ ടെസ്റ്റ് ചെയ്യാനുണ്ടോ, എന്താ പറയാ ഇനിയും സ്കാനിങ് സെന്ററിലേക്ക് ആണോ, അതൊക്കെ അവരും ചിലപ്പോൾ ചോദിക്കും. അപ്പോ അവരെ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ആർക്കുള്ളത്? റിസപ്ഷനിസ്റ്റിന് ഉള്ളത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യന്റ്. അതായത് പേഷ്യന്റിനെ നന്നായി വെൽക്കം ചെയ്യാനായിട്ട് പേഷ്യന്റിന്റെ എന്ത് കാര്യം അവർ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോണെങ്കിൽ റൂം ഉണ്ടാവോ, നല്ല സൗകര്യമുള്ള റൂമാണോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കാം. ചിലപ്പോ എന്താ പറയാ സ്കാനിന്റെ റിപ്പോർട്ട് ഇവിടുന്ന് സ്കാൻ ചെയ്യാനൊക്കെ സെന്റർ, ഇവിടുത്തെ സ്കാനിങ് സെന്റർ എങ്ങനെയുണ്ട്, അങ്ങനെ എന്തായിരിക്കും ചോദിക്കുന്നതെന്നല്ല. ആ ചോദിക്കുന്നതിന് വളരെ മര്യാദയോട് കൂടിയിട്ട് മറുപടി പറയാനായിട്ട് റിസപ്ഷനിസ്റ്റ് തയ്യാറായിരിക്കണം. അത് ഒപ്പം പറയുന്നു ഫെസിലിറ്റേറ്റ് വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് നല്ല നടത്തിപ്പിന്, നല്ല ഫെസിലിറ്റിയോട് കൂടിയാണ് നടത്തിപ്പാണ് എന്ന് പേഷ്യന്റിനെ അറിയിക്കുന്നതിന് ഈ റിസപ്ഷനിസ്റ്റ് ബാധ്യസ്ഥനാണ്. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പാരഗ്രാഫ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. നെക്സ്റ്റ് നമുക്ക് നോക്കാമോ? അടുത്ത ഇതിലേക്ക് പോവാം. എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. പ്രിൻസിപ്പൽ ഫങ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. എന്താ നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത്? പ്രിൻസിപ്പൽ, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. The need for professionally trained hospital front office executives. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് the need for professionally trained hospital front office executive എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഈ
വ്യക്തിക്ക്, അതായത് റിസപ്ഷനിസ്റ്റിന് നല്ല കഴിവുണ്ടായിരിക്കണം എന്ന് പറയും. അതാണ് ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീഡ് എന്ന് വെച്ചാൽ ആവശ്യകത. പ്രൊഫഷണലി എന്ന് വെച്ചാൽ തൊഴിൽപരമായിട്ട് ട്രെയിൻഡ് ഹോസ്പിറ്റലിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം എവിടെ വരേണ്ടത്, ഫ്രണ്ട് ഓഫീസിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് വരേണ്ടത്. അല്ലെ? അതിപ്പോ നമ്മള് സെന്റൻസ് വായിച്ചു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി, the hospital is where people come to visit, where either or their close one are unwell. അപ്പൊ നിങ്ങളൊന്ന് വേറെ രീതിയിലും ചിന്തിച്ചു നോക്കുക. നമ്മളിപ്പോ ഒരു സ്കൂളിലെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ, ആ പേഴ്സണ് നമുക്ക് എന്തൊക്കെയാണ് ക്വാളിറ്റി വേണ്ടത്? ആ പേഴ്സൺ ഒരുപാട് ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല. മീൻസ് ആ സ്കൂളിലെ എന്താ പറയാ, ബസ് വന്ന ടൈമിൽ ബസ്സുകളുണ്ട്, അതിന്റെ സിസ്റ്റം ഉണ്ടോ, പിന്നെ ഫീസിന്റെ കാര്യങ്ങള്, പിന്നെ മീറ്റിങ്ങുകളുടെ കാര്യങ്ങള്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ലോക്കൽ സ്കൂളാണെങ്കിൽ പ്രത്യേകിച്ചും ഒരുപാട് വേണമെന്നില്ല, ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ. അതേസമയം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരു റിസപ്ഷനിസ്റ്റിന് ഒരുപാട് കഴിവ് വേണ്ടി വരും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വരുന്ന വ്യക്തികൾ തന്നെ ഡിഫറെന്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെ? നമ്മള് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോ എല്ലാവരും മീഡിയ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ എന്താ പറയാ, ബംഗാളി, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഭാഷകൾ വരെ കൈകാര്യം ചെയ്യാൻ ആർക്ക് അറിഞ്ഞിരിക്കണം? ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് അറിഞ്ഞിരിക്കണം. എന്നാലേ അവർക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ തന്നെ മറ്റു ഒരുപാട് ഹോസ്പിറ്റലിൻ്റെതായ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ഈ റിസപ്ഷനിസ്റ്റിന് കഴിയണം. ഇനി അതിനേക്കാളുപരി ഈ വന്ന് ചോദിക്കുന്ന പേഷ്യന്റിന്റെ ആറ്റിറ്റ്യൂഡ്, അതായത് അവര് ചിലപ്പോ രോഗം കൊണ്ടാണല്ലോ മിക്കവാറും ഹോസ്പിറ്റലിൽ വരുന്നത് എപ്പോഴും പ്ലസന്റ് ആയിട്ടുള്ള മൈൻഡ് എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഉത്കണ്ഠയും അങ്ങനെ എന്താ പറയുക പെയിനും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടാണ് അവരെ റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ അവരെ കേൾക്കാനായിട്ട് ചിലപ്പോ അവർക്ക് എന്താ പറയാ പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസയായിരിക്കും. അവർ ചോദിക്കുന്നത് നമ്മൾ എന്താ പറയാ നമുക്ക് മനസ്സിലാവുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അവരോട് ക്ഷമയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് റിസപ്ഷനിസ്റ്റിന് കഴിയണം. ഓക്കെ അല്ലേ? സാധാരണ റിസപ്ഷനിസ്റ്റിനെ പോലെയല്ല ഈ റിസപ്ഷനിസ്റ്റ്, അതായത് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന് പ്രൊഫഷണലി ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കും. അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആ സെന്റൻസ് വരുന്നത് ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി. മറ്റ് സർവീസ് ഇൻഡസ്ട്രി പോലെയല്ല ഹോസ്പിറ്റൽ. The hospital is where people come to visit when either or their close ones are unwell. എന്താണ് unwell എന്ന് പറയുന്നത്? രോഗികളായിരിക്കും. രോഗികളായ പേഴ്സന്റെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ രോഗികളോ അല്ലെങ്കിൽ രോഗികളെ കാണാൻ വരുന്നവരോ അവരെല്ലാവരും ഒരു എന്താ പറയാ അൺവെല്ലാണ്. അവരുടെ മൈൻഡിലും എന്തെങ്കിലും പ്ലസന്റ് എന്ന് പറയാനില്ല. മിക്കവാറും എന്താ പറയുക ബർത്ത് ഇതൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഒരു പ്ലസന്റ് ഇതായിരിക്കും നമ്മുടെ മൈൻഡിലൊക്കെ എപ്പോഴും. എന്നാൽ ഒരു സാധാരണ നമുക്ക് ഒരു സന്തോഷം നൽകും. ഹലോ, അപ്പോ അങ്ങനത്തെ ഒരു ഇതായിരിക്കും. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഒരാൾ എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്താൽ ഡിസ്റ്റർബ് ആകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തിയത്. അപ്പോ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും സ്കൂളിൽ ഇതൊക്കെ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അപ്പൊ അവരെല്ലാവരും എന്തായിരിക്കണം? മൈൻഡ് അനുസരിച്ച് അവരുടെ പേഷ്യന്റിനോട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. കാരണം പറയുന്ന ഹോസ്പിറ്റൽ ഇസ് വേർ പീപ്പിൾ കം ടു വിസിറ്റ് when either or their close ones are unwell. This make the people come to the hospitals impatient, anxious and curious. അപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. എന്താ? ഹോസ്പിറ്റലിൽ വരുന്നവര് ഇംപേഷ്യന്റ് ആണ്. ഇംപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അക്ഷമനായിട്ടായിരിക്കും അവർ വരുന്നത്. എന്ന് വെച്ചാൽ പെയിനൊക്കെ ആയിട്ട് ഭയങ്കര ഫീൽ ചെയ്തിട്ടായിരിക്കും. അതേപോലെ ആൻഷ്യസ്, അവർക്ക് എന്തെങ്കിലും അറിയണമെന്നുള്ള ഒരു ഉത്കണ്ഠ, എന്താ പറയാ, എന്താണാവോ മനസ്സുകൊണ്ട് ഒരു പേടി, അതൊക്കെ ഉണ്ടാവും. അതിന്റെ ക്യൂരിയസ് എന്തോ സംഭവം ഉണ്ട്, ആകാംക്ഷയോടുകൂടി അങ്ങനെ പല വ്യത്യസ്ത ഒരു ഫീലിങ്സോട് കൂടിയിട്ടായിരിക്കും എല്ലാവരും അവിടെ വരുന്നത്. ഇത് ഈ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് എത്തുന്നത്. Here comes the importance or necessity of handling such a patient
or their family members with more professionalism, sympathy, empathy, and courtesy, following all hospital operational protocols. അപ്പോ ഈ സെന്റൻസിൽ എന്താ പറയുന്നത്, ഇങ്ങനെ വരുന്ന ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓർ നെസസിറ്റി ഓഫ് ഹാൻഡ്ലിംഗ്. ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും, അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ റിസപ്ഷനിസ്റ്റ് തയ്യാറാണ്. അവരെ ചിലപ്പോ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് നമ്മൾ കരുതേണ്ടി വരും. ചിലപ്പോൾ എന്താ പറയാ, പോട്ടെ സാരില്ല, നമ്മളുടേതായ മെമ്പേഴ്സ് ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ചിലപ്പോ വേറെ അടുത്ത വ്യക്തിയോട് ചോദിക്കുന്ന വേറെ ഇൻഫോർമേഷൻസ് ആയിരിക്കും, അത് വേറെ ഡോക്ടറെ കാണാനൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് അവർക്ക് ആവശ്യമായ ഇൻഫോർമേഷൻസും കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇപ്പഴത്തേക്ക് തിരിഞ്ഞ ഒരു ഫാമിലി മെമ്പറുടെ അപ്രോച്ച് കാണിക്കേണ്ടി വരും. ഈ റിസപ്ഷനിസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം, ഏബിൾ ആയിരിക്കും, എപ്പോഴും അത് കഴിവുള്ള വ്യക്തികളായിരിക്കണം. ഇവരെല്ലാവരെയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം ഈ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് തന്നെ പറയുന്നത് പ്രൊഫഷണലിസം, അത്രയും ഒരു തൊഴിൽപരമായ കഴിവുണ്ടാവും. സിമ്പതി, ഇതൊക്കെ നമ്മളിങ്ങനെ സ്ലാങ് പോലെ അല്ലെങ്കിൽ കരുണ വേണം, ദയ വേണം, എന്താ പറയുന്നത്, നമ്മളൊരു ക്ഷമ വേണം, കേട്ടസി എന്നൊക്കെ പറയുന്നത്, വിനയം, എളിമ വേണം, അങ്ങനെ അതെല്ലാം കൂടിയ ഒരു വ്യക്തിത്വമായിരിക്കണം റിസപ്ഷനിസ്റ്റിന്റേത് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഫോളോയിങ് ഓൾ ഹോസ്പിറ്റൽ ഓപ്പറേഷണൽ പ്രോട്ടോകോൾ. ഇവിടെ ഇതെല്ലാം നമ്മൾ നടത്തിക്കൊണ്ട് പോവേണ്ടത് ഈ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മള് സമാധാനിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് അവരുടെ കസരക്ക് ഇട്ട് അവിടേക്ക് ഇരുത്തി നമ്മൾ സമയം ചെലവഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അപ്പുറത്ത് വേറെ ആള് ചോദിക്കുന്ന ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുക്കാൻ കഴിയണം. അപ്പൊ അത് ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ, ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. പക്ഷെ ഇവരെ വ്യത്യസ്ത വ്യക്തികളെയും നമ്മൾ പല രീതിയിലും മാനേജ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ ഈ പാരഗ്രാഫ്. കേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? കേർട്ടസി. അതെ, അതാണ് എന്താ പറയാ, വിനയം വേണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? എളിമ വേണം എന്ന് പറയുന്നത് നമ്മള് ദയോട് കൂടിയിട്ടായിരിക്കണം നമ്മള് അവരോട് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു മീനിങ്ങോട് വയ്ക്കാം. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്? അടുത്ത ഭാഗത്തേക്ക് നോക്കാം നമുക്ക്. പോണം. അതിലേക്ക് പോകാം. കിട്ടിയില്ലേ? ടെസ്റ്റിംഗ് വിനയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്ലാങ് ആണല്ലോ മൊത്തത്തില്. സിമ്പതി, എമ്പതി, ദയ, കരുണ, എളിമ, വിനയം, അതൊക്കെയാണ് ആ വീട്ടില് വരുന്ന കാര്യങ്ങൾ. കേട്ടസി എന്ന് പറയുമ്പോ വിനയം. ഓക്കെ അല്ലേ? അത് ഒന്നും കൂടി ആ പാരഗ്രാഫ് വായിച്ചു പോണോ? വേർഡുകളെന്ന് നോക്കണം. Different from other service industry, the hospital is where people come to visit when either or their roles are unwell. This makes the people come to the hospitals impatients, anxious, and curious. Here comes the importance or a necessity. Necessity of the handling such patients. ആ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആവശ്യകതയും മുൻകൂട്ടി കൈകാര്യം ചെയ്യണം. അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അവരെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് കൈകാര്യം ചെയ്യണം. വിത്ത് മോർ പ്രൊഫഷണലിസം എന്താണെന്ന് മനസ്സിലായില്ലേ? അവരെ എല്ലാത്തിനും നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. എങ്ങനെയാണുള്ള പേഷ്യന്റ് ആണെങ്കിലും അത് പഠിച്ചെടുക്കുക, തൊഴിൽപരമായിട്ട് നമ്മൾ അത് പഠിച്ചെടുക്കേണ്ടതായിരിക്കും റിസപ്ഷനിസ്റ്റ് ആവേണ്ടത് അല്ലെ? സാധാരണ ഒരു മറ്റ് സർവീസുകളിൽ പോയി റിസപ്ഷനിസ്റ്റ് ആവുന്ന മാതിരി ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആവാനായിട്ട് സാധിക്കില്ല. അത് ഒരുപാട് കഴിവ് വേണമെന്നാണ് പറയുന്നത്. സിമ്പതി, എമ്പതി, ആൻഡ് കോർട്ടസി ഫോളോയിങ് ഓൾ ദ ഹോസ്പിറ്റൽ ഓപ്പറേഷണൽ പ്രോട്ടോകോൾസ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് കാണിച്ചു നോക്കി, ക്ലിയർ ആവണ്ടെങ്കിൽ. Okay. The next, the front office is a department of the hospital which directly makes contact with the patient, where they first arrive
The staffs of this department are directly family members. It functions. അപ്പൊ ഈ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം. എന്താ പറയുക, ഫ്രണ്ട് ഓഫീസ് ഇസ് എ ഡിപ്പാർട്ട്മെന്റ്. ഫ്രണ്ട് ഓഫീസ് പറയുന്നത് നമുക്കറിയാം, ആ ഡിപ്പാർട്ട്മെന്റ് ആദ്യം കാണുന്ന ഒരു ഡയറക്ട്ലി മീൻസ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻസ് വേർ ദി ഫസ്റ്റ് അറൈവ്. നമ്മള് ക്ലാസ് തുടങ്ങിയിരിക്കുമ്പോ തന്നെ പറഞ്ഞു, നമ്മൾ ആദ്യം കാണുന്ന ഒരു വിങ്ങാണ് എന്ത്, ഫ്രണ്ട് ഓഫീസ്. അത് പേഷ്യന്റിനെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വിങ് ആണ് അല്ലെ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. ദ സ്റ്റാഫ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ആർ ഡയറക്ട്ലി ഫാമിലി മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അവര് എന്തായിരിക്കും, നമ്മള് ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ഫങ്ഷൻസ് ദ സ്റ്റാഫ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെല്ലാവരും തന്നെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവര് നമ്മൾ ചോദിക്കുമ്പോഴും ചിലപ്പോ ഒരു വിങ്ങില് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചില വ്യക്തികളുണ്ട്, റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും, അതിന്റെ കൂടെ എൻട്രി ചെയ്യാൻ ഒരു പേഴ്സൺ ഉണ്ടാവും, എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പല പല രീതിയിൽ. അപ്പൊ അവരെല്ലാവരും എന്തായിരിക്കും, ഒരു നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ഫാമിലി മെമ്പേഴ്സ് പോലെ ആയിരിക്കണം. It functions as a central point of contact across the organization. ശ്രദ്ധിക്കാം, ഇത് ഫങ്ഷൻസ് സെൻട്രൽ പോയിന്റ്. ഈ സെൻട്രൽ പോയിന്റ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ക്യാച്ച് ചെയ്യാം. അതായത് നേരത്തെ ഞാൻ പഠിപ്പിച്ചപ്പോ പറഞ്ഞായിരുന്നു, ഹോസ്പിറ്റലുമായിട്ടും അതേമാതിരി പേഷ്യന്റുമായിട്ടും സെൻട്രൽ പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്, റിസപ്ഷനിസ്റ്റ് അല്ലെ. റിസപ്ഷനിസ്റ്റ് കൊടുക്കുന്ന ഇൻഫോർമേഷന്റെ ബേസിലാണ് എന്ത് ഹോസ്പിറ്റലിലെ മറ്റു ഡ്യൂട്ടീസുകള് കൈകാര്യം ചെയ്യുന്നത്. ആരൊക്കെ കാണുന്നു, ഡോക്ടേഴ്സിനെ കാണാനായിട്ട് എന്തൊക്കെ എന്താ പറയാ, എന്ത് ഫെസിലിറ്റീസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻഫോർമേഷന്റെ ബേസിലാണ്. അപ്പൊ ഇതൊരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് എന്ത്, ഈ റിസപ്ഷനിസ്റ്റിന്റെ വിങ് പ്രവർത്തിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻസ് ഇൻഫോർമേഷൻ ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഓൾ ദ പേഷ്യൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമുക്കറിയാം, നമ്മൾ എപ്പോ ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മൾ OP ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ വെച്ചിട്ട് അവര് നമ്മളുടെ വീണ്ടും പ്രൊഫൈൽ കാണിച്ചു തരും ഇല്ലേ. അപ്പൊ അത് തന്നെയാണ് ഈ സെന്റൻസിൽ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻസ് ഇൻഫോർമേഷൻസ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഓൾ ദ പേഷ്യൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ എടുത്ത എല്ലാ പേഷ്യൻസിന്റെയും ഇൻഫോർമേഷൻസ് എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ വിങ്ങില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. It also plays an important role in forming overall impressions of the services provided by the organization. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ് എല്ലാം അറിയുന്നത് ആരും മൂലമാണ്, റിസപ്ഷനിസ്റ്റ് വഴിയാണ്. റിസപ്ഷനിസ്റ്റിനോടാണ് ആര് ചോദിക്കുന്നത്, പേഷ്യൻസ് ചോദിക്കുന്നത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. ഈ ഡോക്ടർക്ക് നമ്മൾ പറയാനേക്കാം, ഇങ്ങനെ ഈ ഡോക്ടർ പേഷ്യന്റ് കുഴപ്പമില്ലാത്ത ഡോക്ടറാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മള് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ടാണ് അവരോട് സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ലൊരു ഇംപ്രഷൻ, അതായത് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള നല്ലൊരു ഇംപ്രഷൻ പറഞ്ഞു കൊടുക്കുന്നത് ആരാ, ഈ റിസപ്ഷനിസ്റ്റ് ആണ്. ആർക്ക്, പേഷ്യൻസ്. അതാണ് പറയുന്നത്, ഇറ്റ്സ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസസ് പ്രൊവൈഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഈ ഹോസ്പിറ്റലിൽ കുറെ ഫെസിലിറ്റീസ് ഉണ്ടാവും, ചില ഫെസിലിറ്റീസ് ഒന്നും പേഷ്യന്റിന് അറിയില്ല. അപ്പൊ അവരോട് മുൻകൂട്ടി പറയാതെ, ഇവിടെ തന്നെ സ്കാനിങ് സെന്റർ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ രാവിലെ തന്നെ ലാബിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം പഠിക്കുമ്പോൾ റിപ്പോർട്ട് കിട്ടും കേട്ടോ. അതൊക്കെ നമ്മൾ റിസപ്ഷനിസ്റ്റ് ആണ് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നത്, എൻക്വയറിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഹോസ്പിറ്റലിലുള്ള സൗകര്യമുണ്ട് എന്ന് പേഷ്യന്റ് പറയുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ഓവറോൾ ഇംപ്രഷൻ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഇതാരാ കൊടുക്കുന്നത്, ഇത് ഓൾസോ പ്ലേസ് ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി അടുത്തത് പറയുന്നത് ഫ്രണ്ട് ഡെസ്ക്. ഇതൊന്നുകൂടി വായിക്കണം. ദ ഫ്രണ്ട് ഓഫീസ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിച്ച് ഡയറക്ട്ലി മേക്സ് കോൺടാക്ട് വിത്ത് ദ പേഷ്യന്റ് വേർ ദേ ഫസ്റ്റ് അറൈവ്. ആദ്യം വരുന്നത് ദ സ്റ്റാഫ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ട്ലി ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നു, ഇറ്റ് ഫങ്ഷൻസ് ആസ് എ സെൻട്രൽ പോയിന്റ്. സെൻട്രൽ പോയിന്റ് വിങ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, പ്രോഡക്റ്റ് അക്രോസ് ഓർഗനൈസേഷൻ. പിന്നെ പറയുന്നു, ദ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ഇൻഫോർമേഷൻസ് ആൻഡ് റെക്കോർഡ്. എപ്പോഴും ഇൻഫോർമേഷൻസ് എല്ലാം അവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ഓൾസോ അതിന് വീണ്ടും പറയുന്നു, ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ. എല്ലാ
ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ബെറ്റർ ഇംപ്രഷൻ പേഷ്യന്റിന് കൊടുക്കുന്നതും അതാണ് ഈ റിസപ്ഷനിസ്റ്റിന്റെ ഇതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, then next, the front desk position is often the okay ശരിയാണ്, ക്ലിയർ ആവുന്ന മെസ്സേജ് അയക്കുന്നുണ്ട്. താങ്ക് യു. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴാണ് എനിക്ക് ഇതിനുകൂടി സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഓക്കെ, the front desk position is often the first person that the patient or their well-wishers interact while contacting with the hospital. So they are essentially the face and the voice of the hospital. Okay, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ മെസ്സേജ്. എന്താ പറയണേ, the front desk position is often first person that patient. നമ്മൾ പറഞ്ഞു നമ്മളുടെ ഫസ്റ്റ് പേഴ്സൺ ആണ് നമ്മൾ, അതായത് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നു. വെൽ ഫിഷേഴ്സ് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ഒരു കോട്ടിംഗ് വേണ്ടി വെറുതെ ആളുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞു രാജാക്കന്മാരെ തന്നെ നമ്മൾ നല്ല ഫിഷേഴ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്, അവരായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് വൈൽ കോൺടാക്ടിങ് വിത്ത് ദ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അടുപ്പിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സോ ദേ ആർ എസെൻഷ്യലി ദ ഫേസ് ആൻഡ് വോയിസ്. നമ്മൾ എന്താ പറയാ, നേരെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളെ ശബ്ദം മാത്രമല്ല, നമ്മളാണ് നേരിട്ട് പേഷ്യന്റിനെ കാണുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ബിസി ആണെങ്കിൽ നമ്മളിങ്ങനെ വോയിസിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവര് പറയോ റിസപ്ഷനിസ്റ്റ് ഇതൊരു എന്താ പറയാ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്താ പറയാ റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന വ്യക്തി ഒരു ഇൻഫോർമേഷൻ കിട്ടില്ല എന്നാ. പക്ഷെ അങ്ങനെ ഒരു കേൾവി ഇല്ലാതിരിക്കാനായിട്ട് ഈ റിസപ്ഷനിസ്റ്റ് പരമാവധി ശ്രദ്ധിക്കും. അവരെ നമ്മളെ എന്താ പറയുക പേഷ്യന്റിനെ പ്രധാനമായിട്ട് വെൽക്കം ചെയ്യും. ഹലോ, എന്താ അവരുടെ പേര്, അങ്ങനെ നമ്മൾ നോട്ട് ചെയ്തിരിക്കുക. അതാണ് പറയുന്നത് ഒരു ഫേസ് ആൻഡ് വോയിസ്. നമ്മളാണ് ആ പേഷ്യന്റിനെ കാണുകയും നമ്മുടെ സൗണ്ടാണ് അവർ, അതായത് റിസപ്ഷനിസ്റ്റിന്റെ സൗണ്ടാണ് അവർ ആദ്യം കേൾക്കുകയും ചെയ്യുന്നത്. And for this reason, they play an important role in the representing the organization. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചെറുതാക്കി ക്രോഡീകരിച്ചിരിക്കുന്നത്. എന്താ പറയുക, ഇമ്പോർട്ടന്റ് റോൾ റെപ്രസെന്റിംഗ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫേസ് ആൻഡ് വോയിസിലൂടെ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്, റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പോ ഫേസ് ആൻഡ് വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക ഒരു വേർഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ പറയണം, റിസപ്ഷനിസ്റ്റ് പറയണം അല്ലേ. അതാണ് പറയുന്നത് the front desk position is often the first person that the patient or their well-wishers interact while contacting with the hospital. So they are essentially the face and voice of the hospital. ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ് ആരാന്ന് ചോദിച്ചാൽ who is the face and voice of the hospital വിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും, റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പേഴ്സൺ ചോദിച്ചാൽ ആരാണ്, റിസപ്ഷനിസ്റ്റ് ആയിരിക്കും. So they are essentially the face and voice of the hospital, and for this reason they play an important role in the representing the organization. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് റോളാണ് ഈ റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. What does the term customer mean? അടുത്തൊരു ടേം എന്ന് പറയുന്നത് കസ്റ്റമർ. ശരിക്കും നമ്മൾ എന്താ പറയുക, പ്രൊഡ്യൂസർ, കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഷെയർഡോടൊക്കെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവര് പറയുന്നത് എന്താന്ന് പറയുന്നത് കസ്റ്റമറും സെയിൽസ്മാൻ എന്താ പറയുക സപ്ലയർ ഇതൊക്കെ ശരിക്കും ബിസിനസ് ലാംഗ്വേജ് ആണ്, ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. നമുക്ക് ഇവിടെ നോക്കാം എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്, എവിടേക്കാണ് നമ്മൾ എത്തിക്കുക എന്നൊക്കെ നോക്കാം. എ കസ്റ്റമർ ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ദാറ്റ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്ത് ദ എക്കോണമി. എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥ അനുസരിച്ചാണ് നമ്മള് ഗുഡ്സും സർവീസസും, വസ്തുക്കളും സർവീസസ് എന്ന് പറഞ്ഞാൽ സേവനങ്ങളും നമ്മൾ മേടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എന്താണ് കസ്റ്റമർ എന്ന രീതിയിൽ കസ്റ്റമേഴ്സ്, അതായത് പേഷ്യന്റ് ആണ് കസ്റ്റമേഴ്സ്. അവര് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ മേടിക്കുന്നത്, സേവനങ്ങൾ, സർവീസസ് ആണ് അവര് മേടിക്കുന്നത്. പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകാരും മേടിക്കുന്നത്
നമ്മുടെ പേഷ്യന്റുമാണ്. അപ്പൊ ഇവിടെ കസ്റ്റമർ ആരാണ്? പേഷ്യന്റ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കസ്റ്റമർ റെഫേർഡ് ടു ആസ് എ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ഹൗസ്ഹോൾഡർ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്ത് ദ എക്കോണമി. വിത്ത് ദ എക്കോണമി, ഈ എക്കോണമിക്ക് ഒരു പ്രാധാന്യമുണ്ട്. നമ്മള് ചില ഹോസ്പിറ്റലുകളിൽ പോയി ട്രീറ്റ് ചെയ്യും. എന്താ പൈസ, ചിലവരൊക്കെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനായിട്ട് പൈസ ഇല്ലെങ്കിലും വലിയ ഹോസ്പിറ്റലൊക്കെ പോകും ഇല്ലേ? ചിലര് പൈസ ഉള്ളവരാണെങ്കിൽ കൂടിയും ചിലപ്പോ എന്താ പറയാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് ഗുഡാണ്, അല്ലെങ്കിൽ തിരുമുടിയപ്പോൾ അങ്ങനെ പോകുന്നില്ല. അപ്പൊ അതൊക്കെ എക്കോണമി, സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ചും നമ്മൾ ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കും. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചല്ലേ നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ കസ്റ്റമറായ പേഷ്യന്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്ത് എക്കോണമി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ പോയിന്റ്? കസ്റ്റമർ എന്ന മീനിങ്ങില് ഇവിടെ പേഷ്യന്റ് ആയിരിക്കും. നെക്സ്റ്റ്, ദ വേർഡ് ഈസ് ഹിസ്റ്റോറിക്കലി ഡിറൈവ്ഡ് ഫ്രം കസ്റ്റം. എന്താ പറയുന്നത്? ഈ കസ്റ്റമർ എന്ന വേർഡ് ഹിസ്റ്റോറിക്കലി ചരിത്രപരമായിട്ട് വരുന്നത് ഏതിൽ നിന്നാണ്? കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ്. The word is historically derived from custom, meaning habit. Habit എന്ന് വെച്ചാൽ ശീലം. അപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഓരോരുത്തരുടെ ശൈലി, ഇവരുകൾക്ക് ചിലപ്പോ കുറച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ, അത് ഓരോരുത്തരുടെ ശൈലിയാണ്. ചിലർക്ക് എന്താ പറയുന്നത് ഹോസ്പിറ്റലിൽ വലുതാവണമെന്നൊന്നുമില്ല, നമ്മുടെ രോഗം മാറിയാൽ മതി. അത് അവരുടെ ശീലവും ശൈലികളും ആയിരിക്കും. The customer is someone who frequently consists. ഇനിയൊരു ടൈം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം, ഞാൻ വായിച്ചു വരാം. The customer is someone who frequently consists a particular shop and make it a habit to purchase goods from there. ഇവിടെ നമ്മളൊരു എന്താ പറയുന്ന ഒരു മാനസികാവസ്ഥ അത് അളക്കുന്ന ഒരു രീതിയാണ്. അതായത് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് someone who frequently, ഇടയ്ക്കിടയ്ക്ക് അവര് ചിലപ്പോ ആഴ്ചയിൽ 2 ദിവസം വന്ന് ഒരു ഷോപ്പിംഗ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമർ ചിലപ്പോ വീക്കിലി വരും, എല്ലാ വീക്കിലിയും വരും, അല്ലെങ്കിൽ മാസത്തിൽ 3 പ്രാവശ്യം, അങ്ങനെ ഫ്രീക്വന്റ് ബേസിൽ ഇവര് ഈ ഷോപ്പിൽ വരും. ആൻഡ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു പർച്ചേസ് ഗുഡ് ഫ്രം ദയർ. അവിടെ നിന്ന് അവരെന്ത് ചെയ്യും? അവർ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, ഗുഡ്സ് പർച്ചേസ് ചെയ്യും, മേടിക്കും. And with whom the shopkeeper had to maintain a relationship to keep his or her customer. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, whom the shopkeeper, ഷോപ്പില് വിൽക്കുന്ന വ്യക്തി അതിന് എന്ത് ചെയ്യും? ഇവരായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം സ്ഥാപിക്കും. ഇപ്പൊ ആഴ്ചയിൽ നമ്മളെല്ലാം നോക്കാറില്ല, നമ്മൾ എന്നും കടയിൽ പോകുന്നവര്, നമ്മൾ ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവരോടെ പോകുമ്പോ ഇപ്പൊ നമ്മളുടേതായ നിയറസ്റ്റ് പ്ലേസിലൊക്കെ നമ്മൾ വീക്കിലി ഒക്കെ പോകണമെങ്കിൽ നമ്മൾ ആ കടയ്ക്ക് വരും, എന്നിട്ട് നമുക്ക് ആവശ്യ സാധനങ്ങൾ മേടിക്കും. അപ്പൊ അവിടുത്തെ ഷോപ്പ് കീപ്പറും നമ്മൾ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. എന്നിട്ട് പറയാണ് കസ്റ്റം വിച്ച് മീൻസ് എക്സ്പെക്ടഡ് പാർട്ടീസ് ഇൻ ദർ ഫ്യൂച്ചർ. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ അവര് വന്ന ഇന്ന സാധനങ്ങൾ മേടിക്കും എന്നുള്ള ഒരു ഇത് ആർക്ക്? ഈ ഷോപ്പ് കീപ്പറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. Which means expected എന്ന പ്രതീക്ഷിക്കും. പർച്ചേസ് ഇൻ ഫ്യൂച്ചർ, അവര് ഭാവിയിലാണെങ്കിലും ഇതൊക്കെ മേടിക്കും എന്നുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഈ ആർക്ക് കൊണ്ടുപോകാൻ സാധിക്കും? ഷോപ്പ് കീപ്പറിന് സാധിക്കും. ഇത് നിങ്ങളെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു മീനിങ്ങുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ശൈലി എന്നുള്ള മീനിങ് ഹാബിറ്റ് എന്നുള്ള ഒരു പേജ് മീനിങ്ങിന് അത് എങ്ങനെയാണ് അത് വന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? The word historically derived from custom, meaning habit. A customer is someone who frequently consults a particular shop and make it a habit to purchase goods from there. അവിടെ നിന്ന് ഒരു മേടിക്കും. And with whom the shopkeeper had to maintain a relationship to keep his or her customer, which means expected purchase in the future. മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ശൈലി അനുസരിച്ച് നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കും, നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കും. അവിടുത്തെ ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഇത് ആ ഒരു ബിസിനസ് മൈൻഡിലെ ഷോപ്പ് കീപ്പറുമായി ബന്ധപ്പെട്ട അവര് ഇതെങ്ങനെ കസ്റ്റം എന്നുള്ളത് അല്ലെങ്കിൽ ഹാബിറ്റ് എന്നുള്ള രീതിയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. Customer needs may be defined as the goods or a service a customer needs to achieve specific goal. Customer need may be defined. Customer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മള് അല്ലെ മേടിക്കാനായിട്ട് പോകുന്ന നമ്മളെ പോലെയുള്ള വ്യക്തികള് എങ്ങനെ അവരുടെ ഗുഡ്സ് ഓർ സർവീസസ് ഒക്കെ കസ്റ്റമർ നീഡ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കും, നമുക്ക് ചില ലക്ഷ്യങ്ങളായിരിക്കും. നമ്മൾ ചിലപ്പോ ചില കടകളിൽ ക്വാളിറ്റി ഉള്ള ഗുഡ്സ് കിട്ടുന്ന വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആ കടയിൽ നിന്ന് മേടിക്കും ഇല്ലേ. അതേമാതിരി ചില കടകളിൽ നമ്മളോട് പറയാം നല്ല ബൾക്കായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി, അതായത് അവിടെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, എന്തോ ഒരു അളവ് കൂടുതൽ അളവ് കിട്ടും, അപ്പൊ നമ്മൾ ആ സ്ഥലത്ത് മേടിക്കും. ചിലപ്പോൾ നമ്മൾ പറയും ചില സ്ഥലങ്ങളിൽ നല്ല വിലക്കുറവിന് കിട്ടും, ചീപ്പ് റേറ്റിന് കിട്ടും, അപ്പൊ നമ്മൾ അത് ആ കടകളിൽ നിന്ന് മേടിക്കും. അതൊക്കെ നമ്മളുടെ എന്താ പറയുക കസ്റ്റമറിന്റെ ഓരോ ഗോൾസ് ആണ്, സ്പെസിഫിക് ഗോൾസ്. സ്പെസിഫിക് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ക്വാണ്ടിറ്റി ചിലപ്പോൾ അളവിലായിരിക്കാം, ചിലപ്പോൾ അതിന്റെ ഈട് നിൽക്കുന്ന ആ ഒരു ഇതിനായിരിക്കാം, ചിലപ്പോൾ അതിന്റെ റേറ്റിനായിരിക്കാം. നമ്മൾ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധനങ്ങൾ മേടിക്കുക. അതാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. കസ്റ്റമറിന്റെ നീഡ് നമ്മുടെ വ്യത്യസ്ത രീതിയിലായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ. ഓക്കെ അല്ലേ? Then അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ് ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസ്. ഇനി വീണ്ടും സപ്ലയറുടെ ആ ഒരു രീതിയിലേക്ക് പോരെയാണ്. അവിടെ എന്താ പറയുന്നത്, അവര് എക്സ്പെക്ട് ചെയ്യുന്നത്, എക്സ്പെക്ട് തന്നെ പ്രതീക്ഷിക്കുന്നത്, ആർ ഇൻഫ്ലുവൻസ്ഡ്, അവർ അങ്ങനെയൊക്കെ വരാൻ എന്താ കാരണം, അതിനെ പ്രചോദിപ്പിക്കുന്നത്. ഇൻഫ്ലുവൻസ്ഡ് എന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കുന്നത് ബൈ കൾച്ചറൽ വാല്യൂസ്. കൾച്ചറൽ വാല്യൂസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, കൾച്ചറൽ ആ ഒരു കൾച്ചറില്ലാത്ത വ്യക്തിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധനങ്ങൾ വരും. ചിലപ്പോ അത് വേണ്ടായിരിക്കും, ചീപ്പ് റേറ്റ് മതിയായിരിക്കും, പക്ഷെ അതിന്റെ ആ ഒരു ലേബലും ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആവശ്യം അല്ലെ. കൾച്ചറൽ വാല്യൂസ്. അഡ്വർടൈസിങ്, ചിലപ്പോൾ നമ്മൾ അഡ്വർടൈസിങ് കണ്ടിട്ടായിരിക്കും, നമ്മൾ ചില പരസ്യങ്ങൾ കണ്ടിട്ടായിരിക്കും ഇതിന്റെ സാധനം നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദെൻ മാർക്കറ്റിംഗിൽ ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കാണുമ്പോഴും അപ്പോഴും നമ്മൾ ആ സാധനങ്ങൾ മേടിക്കാൻ കൊണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കും. അതിന്റെ അതർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, നമ്മൾ നെയ്ബേഴ്സ് അല്ലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും നമ്മൾ വിളിച്ചിട്ട് നിങ്ങളൊരു സാധനം നല്ലതാണ് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കുക, മ്യൂട്ട് ആരോ ആണ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ഇതാണെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ, കാരണം ഒരാൾ സംസാരിച്ചാൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എടുക്കുന്നത് ക്ലിയർ ആവുന്നുണ്ട്. എനിക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും മാറ്റുവാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, എനിക്ക് മനസ്സിലാവും. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തമ്പ് അയച്ച് അതാണോ പ്രോബ്ലം എന്ന് അറിയാനാണ്. ക്ലാസ് ക്ലിയർ അല്ലേ? ക്ലാസ് ക്ലിയർ അല്ലേ? പറയുന്നുണ്ട്, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് പേര് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്കൊരു ശബ്ദം വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ആണ്. എല്ലാം ക്ലിയർ ആണെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്താ നമ്മൾ പറഞ്ഞത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുടെ സംഭാഷണത്തിൽ നിന്നായിരിക്കാം നമ്മളൊരു സംഭവം സെലക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അഡ്വർടൈസിങ് കണ്ടിട്ടായിരിക്കും. എന്താ പറയുന്നത്, അനുശ്രീ മോഹൻ ഒന്ന് സ്പീക്കർ ഓൺ ചെയ്തിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞത് ക്ലിയർ ആയില്ല. ഹലോ, ഓക്കെ ആവുന്നില്ല. ഇതൊന്നും ഈ ടോപ്പിക് കൂടി സമയത്ത് സൗണ്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ലേ? അതെ, ഇടയ്ക്കൊരു ആരോ അൺമ്യൂട്ട് ചെയ്ത്, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അപ്പൊ നമുക്ക് ക്ലിയർ ആയി പോവുകയായിരിക്കും. ഞാനൊരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഓക്കെ, വോയിസ് ക്ലിയർ ആവാതിരുന്നത് പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം വന്നിട്ടാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനൊന്ന് പോയത്, ഒരു മിനിറ്റ് ഒന്ന് വെക്കേറ്റ് ചെയ്തത്.
Okay, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ് ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നമ്മളെ പ്രചോദിപ്പിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. അത് ചിലപ്പോൾ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അഡ്വർടൈസിങ് വഴിയായിട്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു വസ്തു വേണമെന്ന് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഇപ്പോ നിലവിലുണ്ട് ചില ഫ്രൂട്ട്സ് ഒക്കെ. ഇപ്പോ ചില എന്താ പറയുക, ആ സീസണിന്റെ സമയത്ത് നമ്മളത് മേടിക്കണമെന്ന് ആഗ്രഹിക്കും, അത് റേറ്റ് കുറവാന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവും. അതാണ് മാർക്കറ്റിംഗ് സമയത്ത്. അതിന്റെ അതർ കമ്മ്യൂണിക്കേഷൻസ്, മറ്റുള്ളവരുടെ എന്തെങ്കിലും വിളിച്ച് നമ്മളോട് പറയാൻ ഇന്ന സാധനം അതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അത് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് ദ അതർ സോഴ്സ്. ഇനി വേറെ സോഴ്സ് വഴി ആവാം. നമുക്കിപ്പോ ചിലപ്പോ ആരും പറയാതെ തന്നെ ചില സാധനങ്ങൾ വേണമെന്ന് നമ്മുടെ ആവശ്യകത അനുസരിച്ച് നമുക്ക് വേണ്ടി വരും, അല്ലെ? ചിലപ്പോ ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന സാധനം അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ ആരും പറയാതെ തന്നെ നമുക്കത് മേടിക്കേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, അഡ്വർടൈസിംഗ് കണ്ടിട്ടോ അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂസോ മാർക്കറ്റിംഗോ നൽകിയിട്ട് ചിലപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യാൻ ഇന്ന സാധനം നിങ്ങൾ മേടിക്കണം, അത് രോഗിക്ക് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ അത് മറ്റാരെങ്കിലും ഏതെങ്കിലും സോഴ്സിൽ നിന്ന് വന്നൊരു ഉറവിടത്തിൽ നിന്ന് വന്നൊരു ആവശ്യമാണ്. അപ്പൊ ആവശ്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇൻഫ്ലുവൻസില് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഞാൻ ഈ പോയിന്റ് ഒന്നും കൂടിയും പറയാം. അതായത് കസ്റ്റമർ എന്ന മീനിലുള്ളത് ഒന്നുകൂടെയും പറയാം. ഓക്കെ, what does the term customer mean? A customer is referred to as individuals or households that purchase goods and services generated in the economy. എക്കോണമി, സമ്പദ് വ്യവസ്ഥിതി അനുസരിച്ച് ആയിരിക്കും നമ്മൾ പൊതുവെ സാധനങ്ങളെല്ലാം ഇൻഡിവിജ്വൽസ് ഹൗസ്ഹോൾഡ്സ് ഒക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സേവനങ്ങൾ നമ്മൾ കരസ്ഥമാക്കുന്നത്. The next, the word is historically derived from custom, meaning habit. A customer is someone who frequently consults a particular shop. Okay. And they make it a habit to purchase goods from there, and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in the future. അപ്പോ ഇതിലെന്താ പറയുന്നത്, എന്താണ് ശീലങ്ങൾ, എങ്ങനെയാണ് ഈ ശീലങ്ങളൊക്കെ വന്നത്, എങ്ങനെയാണ് ഈ കസ്റ്റം നമ്മള് ഷോപ്പ് കീപ്പർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരെങ്ങനെ എന്താ പറയുക ഫ്രീക്വന്റിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകും. അപ്പൊ അവരായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നും അവരെന്താണ് സാധനങ്ങളൊക്കെ മേടിക്കും എന്നൊക്കെ ഷോപ്പ് കീപ്പറിന് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഫ്യൂച്ചറിൽ അവർ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കും എന്നൊക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ആ പാരഗ്രാഫിൽ നോട്ട് ചെയ്തത്. നെക്സ്റ്റ്, customer needs may be defined as the goods or services a customer needs to achieve specific goals. നമ്മുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കും ഓരോരുത്തർക്കും. ആ ഗോൾസ്, അതായത് ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി ആയിരിക്കാം, ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചീപ്പ് റേറ്റ് ആയിരിക്കാം. അങ്ങനെ സ്പെസിഫിക് ഗോൾസുകൾ നേടിയെടുക്കാനായിട്ടായിരിക്കും കസ്റ്റമർ തുനിയുന്നത്. ആ ഡിഫറെന്റ് നീഡ്സ് ആർ വേരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. കസ്റ്റമറിന്റെ അതനുസരിച്ച് അവരുടെ ആവശ്യകത അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും അവർക്കുണ്ടാകുക. അവരുടെ ഇമ്പോർട്ടൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അനുസരിച്ചായിരിക്കും അവരുടെ വ്യത്യസ്ത ആവശ്യങ്ങളും ഉണ്ടാകും. ഓക്കെ, നമ്മുടെ മീനിങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു വേർഡുകളുടെ ഒക്കെ മീനിങ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വലിയ ടഫുള്ള വേർഡ്സിൽ മാത്രം ക്ലാരിഫൈ ചെയ്ത് പറയുന്നത്. Okay, customer expectations are influenced by cultural values, advertising, marketing, and other communications, both with the supplier and with the other sources. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രചോദിപ്പിക്കുന്നത് കസ്റ്റമറിനെ കൊണ്ട് അതിന്റെ സാധനങ്ങൾ മേടിക്കാൻ പ്രചോദിപ്പിക്കുന്നത് ചിലപ്പോൾ പക്ഷേ മാർക്കറ്റിംഗിൽ അവൈലബിൾ ആയ സാധനങ്ങൾ എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ. അത് മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം, നമ്മൾ ഇന്ന സാധനം വേണമെന്നുള്ള നമ്മുടെ ആ സമയത്തെ ആവശ്യം നിർത്തിയിട്ടായിരിക്കാം നമ്മൾ സംഭവങ്ങളെല്ലാം മേടിക്കും. കസ്റ്റമർ എന്ന ടോപ്പിക് മനസ്സിലായോ? എങ്ങനെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത പാറ്റേണുകൾ ഉണ്ടോ? ആദ്യം കടയിൽ നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എല്ലാവരും തന്നെ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചെടുക്കുന്നേ ഉള്ളൂ. ഇനിയും എടുക്കാനായിട്ടുള്ള സമയം നമുക്ക് 25 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ
ഉപയോഗിക്കാന്ന് വെച്ചിട്ട്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായെങ്കിൽ പറഞ്ഞോളൂ. ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? എനിക്ക് അത് കേൾക്കുമ്പോഴൊരു സന്തോഷമുണ്ട്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിനി കൂടുതൽ നേരം ഇതിരുന്ന് പഠിക്കുകയൊന്നും ചെയ്തില്ല. നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് അറിയാവുന്ന ഒരു മേഖല തന്നെ ഞാൻ ക്ലാസ് എടുത്തത്. റിസപ്ഷനിസ്റ്റും അദ്ദേഹത്തിന് വേണ്ട ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നും അവർക്ക് ആവശ്യമായിട്ട് അവരെങ്ങനെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് ഹോസ്പിറ്റലിലുള്ള ഡിപ്പെൻഡബിളോ അതേമാതിരി തന്നെ നോക്കട്ടെ കേട്ടോ. ഞാനിത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ അയക്കുന്നത് മാം ആഫ്റ്റർ ക്ലാസ് മോക്ക് ടെസ്റ്റ് ഉണ്ടോ? മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നാളെയാണ് പൊതുവെ ഉണ്ടാവാൻ വേണ്ടി. എന്നുവെച്ചാൽ ഇപ്പൊ തന്നെയാണ് ഞാൻ പൊതുവെ ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. എപ്പോഴാണെന്നുള്ളത് ഇവിടുത്തെ ടെക്നിക്കൽ വിഭാഗമാണ് കൈകാര്യം ചെയ്തു പോയി. ഓരോ ക്ലാസ് കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് ഏത് ടൈമാണെന്നൊക്കെ ഉള്ളത് ഇവിടുത്തെ ടെക്നിക്കൽ വിഭാഗം നിങ്ങളെ ഇൻഫോം ചെയ്യും. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരല്ലേ, അപ്പോ എപ്പോഴൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോ എന്താ പറയാ, സമയം ഏതാണ്ടൊക്കെ കഴിയാറായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇച്ചിരി നന്നായിട്ട് ഇച്ചിരി കൂടുതൽ എടുക്കാൻ നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് ഭാഗമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് പഠിച്ച് വെക്കാനായിട്ട് കുറച്ച് സമയം തന്നെ മതിയാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂട്ടോ. എടുത്തോളം ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. കാരണം അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സാം ടൈമിൽ നമുക്ക് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും താങ്ക് യു മാം. കൈയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ എന്താ പറയാ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് കാണാം. ഓക്കെ, എല്ലാ തംസപ്പിനൊക്കെ എനിക്ക് എല്ലാവരെയും താങ്ക് യു. എല്ലാവർക്കും നെക്സ്റ്റ് മോർണിംഗ് കാണാം. എല്ലാവരും അത്യാവശ്യം എല്ലാവരും തന്നെ തംസപ്പ് വരുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ക്ലിയർ ആയെന്നുള്ളത് എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഇതിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.